ഇപ്പോൾ നമ്മൾ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഇവരെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആഷിഖ് കപൂറിനായാലും ശ്യാം പുഷ്കറിനായാലും അവർക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ വേണ്ട. പലപ്പോഴും അത് ഭയങ്കര സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ളൊരു സിനിമ വേണ്ട. അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പം എ ലിസ്റ്റ് ഉണ്ടല്ലോ, അതായത് പടത്തിൻ്റെ എന്തായാലും അവർ പോസ്റ്റർ വന്ന ആളെന്ന് പറയുന്ന പോലത്തെ ഒരു ഫിനോമിന ഉണ്ടല്ലോ, അത് ആവശ്യമില്ല. പലപ്പോഴും അവർക്ക് അവരുടെ പേരിൽ ആക്ടേഴ്സിനെ പ്രസന്റ് ചെയ്താലും ആ പടം വോക്ക്. അവരുടെ ടെക്നിക്കൽ കാര്യങ്ങൾ അവർ അത്രയും നീഷാണ് എന്നുള്ളൊരു അറിവുണ്ട്. അപ്പം ഇവർ ടെക്നിക്കലി ഭയങ്കര കോൺഷ്യസ് ആണോ? ഇങ്ങനെ ടെക്നിക്കാലിറ്റിയെ കൊണ്ട് നമുക്കെന്തെങ്കിലും മാറ്റം വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ ഫിലിം ഐ മീൻ എപ്പോഴും ഒരു സിനിമ ആക്ടറിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് ടോട്ടൽ ഒരു ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ഫീച്ചറിനെ അല്ലെങ്കിൽ ആ ഫിലിമിനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സിനെ, റൈറ്റിങ്ങിനെ, ഫിലിം മേക്കിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു ഭയങ്കര സ്റ്റാറാണ്, എൻ്റെ ഒരു മോശം പടം വന്നാൽ നിങ്ങൾ കാണുമോ? ഇല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ കാണാൻ, അതായത് ഈ സിനിമയും നന്നായി നമ്മളും കൂടെ നന്നാവുമ്പോഴേ നിങ്ങൾക്ക് ഈ സ്ഥലമുള്ളൂ, ഈ സോ കോൾഡ് ഫിനോമിനൽ സ്ഥലമുള്ളൂ. അപ്പോൾ ആക്ടറിനേക്കാളും വലുതാണ് സിനിമ. ഐ മീൻ ഇല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടറിന്റെ മോശം സിനിമ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതറിയാം അവർക്ക്. കുറെ കൂടി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഫിലിം സ്റ്റുഡൻ്റ് ആയി മാറിയിട്ടുണ്ടോ ക്യാമ്പിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ? ഡെഫിനറ്റ്ലി എന്താ പറയുന്നത്, കുറച്ചും കൂടെ ഒക്കെ ഇൻസെക്യൂരിറ്റി കുറഞ്ഞിട്ടുണ്ട്. രണ്ട് ഇൻ ദ സെൻസ്, അതായത് അടുത്ത എന്താ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചും കൂടി പേഷ്യൻസ് ഒക്കെ അല്ല ആ സ്ഥലങ്ങളൊക്കെ ഇരിക്കാം, അല്ലെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് നല്ല ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യാമെന്നുള്ള സ്ഥലം തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമുക്ക് ഭയങ്കര എനിക്കൊന്നും ഭയങ്കര ക്രാഫ്റ്റ്സ്മാൻമാരോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചലിച്ചവരുടെ കൂടെ നിന്നാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമ്മളെന്തോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ അങ്ങനത്തെ തോന്നലുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ അമച്വർ തോന്നലുകളൊക്കെ മാറിക്കിട്ടും. ഡെഫിനറ്റ്ലി മാറിക്കിട്ടും. കുറച്ചും കൂടെ വിവരം വെക്കും എന്തായാലും. എന്താ പറയാ, ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുന്ന നാസിന്റെ ഫ്രണ്ട്, ഞാൻ നാസിന്റെ അടുത്ത് പറഞ്ഞു, നാസിന്റെ അടുത്ത് എനിക്ക് ഇതേപോലെ ആഷിഖേട്ടൻ പരിപാടി വിളിച്ചു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടിപൊളി മച്ചാൻ, അടിപൊളി, എന്തായാലും വർക്ക് ചെയ്യ്, കാരണം എല്ലാം വലിയ എന്താ പറയുന്നത് വലിയ ടെക്നീഷ്യൻസ് ഇവരോട് വർക്ക് ചെയ്യും, മാൻ പൊളിക്കെന്നൊക്കെ പറഞ്ഞ് ഐ മീൻ ഒരുപാട് എന്നെ ഭയങ്കര വെൽവിഷറാണ്. ഏതോ ഒരു പരിപാടിയിൽ എന്താ പറയുന്നത്, അതിൽ നിന്നൊരു ബ്രേക്ക് കിട്ടി പുള്ളിയെ മാനം കെടുത്തത്തില്ലെന്നുള്ളത് തോന്നുന്നു എവിടെയോ ഉണ്ട്. പുള്ളിക്ക് പറഞ്ഞ പേഷ്യൻസ് ഒരു നല്ല ലെവലിലുണ്ട് തോന്നുന്നുണ്ടല്ലേ? കാരണം ഞാൻ ഇതിന്റെ പീക്കിൽ ആർഡിയക്സിന്റെ ഏറ്റവും പീക്കിൽ ഏറ്റവും വലിയ ആക്ടേഴ്സും എല്ലാം വിളിച്ചിട്ട് ആ മൊമെന്റിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് നാസിനെ. അപ്പോൾ എനിക്ക് നാസിനെ പറ്റിയുള്ള പിന്നെ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ സമയത്തെ ഗ്രൗണ്ടഡ്നെസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. അതായത് മച്ചാനെ അതായത് ഇവിടുന്നെല്ലാം ഇത് വരുന്നു, സോ ഫാർ സോ ഗുഡ്, ബട്ട് ഇതിൻ്റെ 2 ഇരട്ടി പണിയെടുക്കണം അടുത്തതിൽ. അതാണ് തോട്ട്, അതാണ് ആ സമയത്തെ തോട്ട്. യെസ് എന്ന് പറയുന്ന ഞാൻ അങ്ങനെ ഒരു മൊമെന്റ് പോലും നമ്മൾ ആ സമയത്ത് എനിക്കും ഫസ്റ്റാണ് അങ്ങനത്തെ ഒരു സക്സസ് കിട്ടുന്നത്, ഒരു മാസ് സക്സസ് എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്ന രീതിയിൽ അങ്ങനെ കിട്ടുന്നത്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ അതേ ആദ്യം ചെയ്ത സിനിമയ്ക്ക് കിട്ടുകയാണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരേ ഫീലിംഗ് ഒക്കെയാണ്. ബട്ട് ഞാൻ അത്ര അടുത്ത് നിന്ന് ആ സമയങ്ങളിലെല്ലാം കണ്ടിട്ടുള്ള ആളാണ് നാസ്. അപ്പം നാസിന് അടുത്ത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് വീണ്ടും അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ ഒരു സിനിമ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു മൊമെൻറ്റിൽ പോലും ഇത്രയും എന്താ പറയുന്നത് അപ്രീസിയേഷൻസ് വരുന്ന സമയത്തും അയാളുടെ തോട്ട് അതാണ്. അപ്പോൾ ആ തോട്ട് അടിപൊളിയാണ്. ഈ 10 years പ്ലസ് ഏകദേശം ഒരു ഞാൻ സ്ട്രഗിൾ എന്ന് പറയില്ല, ഒരു ഇൻസെർച്ച് ഉണ്ടല്ലോ ഈ മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വിഷ്ണു എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം അന്ന് ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും മാറ്റി ചെയ്യണമെന്ന് ഇപ്പം ആലോചിക്കുന്നുണ്ട്. ഇപ്പം അന്ന് തോന്നിക്കൊന്ന് വിജയായിട്ട് തുടങ്ങി, അതിനുശേഷം ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്തു, വെബ് സീരീസ് ചെയ്തു, പിന്നെ അന്ന് കരിക്ക് പോലത്തെ ബിഗ് നെയിംസിൻ്റെ കൂടെ വെബ് സീരീസ് ചെയ്തു, പിന്നെ പതുക്കെ സിനിമയിലേക്ക് അങ്ങനെ കയറി വരുന്നു. ഇത് തന്നെ അല്ലാതെ
ഇപ്പൊ ഞാനൊരു ഉപദേശം എന്നുള്ള രീതിയിലല്ല, വളർന്നു വരുന്ന ആളുകൾക്ക് ഉപദേശിക്കാനല്ലേ ഇത് വേറെ കൂടെ കുറച്ചുകൂടി എളുപ്പം ടെക്നിക്ക് ഉണ്ടോ, അതോ ആളുകൾ അത് ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളതാണോ? എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വന്ന വഴിയിൽ ഉള്ള ഇതൊന്നും ആയിരിക്കത്തില്ല, എല്ലാം പുതിയ സ്ട്രഗിളോ അല്ലെങ്കിൽ പുതിയ ഇതോ ആയിരിക്കും. അപ്പോൾ നമ്മളന്ന് എങ്ങനെയോ സർവൈവ് ചെയ്യാൻ എടുത്ത ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമില്ല, ഒരു അവരുടെ കോണ്ടെക്സ്റ്റ് പോലും അറിയാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് ആകെ ഫീൽ ചെയ്ത് എല്ലാ സമയത്തും പറഞ്ഞ എല്ലാവരുടെ സ്ഥലം പേഷ്യൻസ് തന്നെയാണ്. അത് മാത്രമേ എനിക്കതിൽ ഒരു കോമൺ ഫിഗർ ഉള്ളൂ. പിന്നെ ഞാൻ VJ ആയി, അതിനുശേഷം ആക്ടിങ്ങിൻ്റെ പരിപാടികൾ 1-2 സ്ഥലങ്ങളിൽ ട്രൈ ചെയ്യുന്നു, പറ്റുന്നില്ല, നടക്കുന്നില്ല. ആക്ടിങ് പറ്റുന്നില്ല ആക്ടിങ് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല, അതായത് ഞാൻ ബെറ്റർ പ്രോസസ്സിലും അല്ല ചെല്ലുന്നത്, പക്ഷെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ആക്ട് ലാബിന് മുമ്പുള്ള സമയം ചെറിയ സ്ഥലങ്ങളിലൊക്കെ. എന്നിട്ട് ഞാൻ ആക്ട് ലാബിലേക്ക് വന്നു. ആ സമയത്തുള്ള എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി, അതായത് ആങ്കറിങ് എന്ന ജോലിയിൽ നമ്മൾ കൂടുതൽ കുറച്ച് ക്രിട്ടിക്കൽ വ്യൂ ഉണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഒരിക്കലും ഓവർ ആക്ട് ചെയ്യരുതെന്ന് മാത്രമാണ് നമ്മുടെ ധാരണ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള അത്ര പോലും ചെയ്യില്ല. മറ്റേ ക്രിട്ടിക്കലായിട്ട് അകത്തൊരാൾ ഇരിക്കുകയാണ്, മറ്റേ ആളെ വെറുതെ വിടുന്നില്ല, പ്ലേ ചെയ്യേണ്ട അങ്ങനത്തെ സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ സ്പേസിലും, അല്ലെങ്കിൽ എനിക്ക് ആക്ടർ ട്രെയിനേഴ്സ് തന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാക്കി അങ്ങ് അലമ്പാക്കി നിന്റെ അകത്തെ പ്ലേ ചെയ്യുമ്പോൾ നിനക്ക് അകത്ത് ഇവിടെ ഒരു ക്രിട്ടിക്കിന്റെ ആവശ്യമില്ല, ജസ്റ്റ് പ്ലേ. മനസ്സിലാവും, ഇറങ്ങി കളിക്കുന്നതും ക്രിട്ടിക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അപ്പോഴത്തെ ഒരു മാക്സിമം ഇൻവോൾവ് ചെയ്ത് എന്ത് ചെയ്യുന്നോ, ആളുകൾ എന്തെടുത്തു, അല്ല നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തോ, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊക്കെ പറയുന്ന ആളെ ആദ്യം തൂക്കിയെടുത്ത് വെളിയിൽ കളയാന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പം എന്നെപ്പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ. ഇപ്പം ചില അവിടെ ആക്ടർ ട്രെയിനേഴ്സ് വരുമ്പം ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓവർ ആക്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ അവർക്ക് ആശ്വാസമാണ്. ഇത് എളുപ്പമുണ്ട്, ഇത് ഓവർ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഒന്നുമില്ലാത്ത എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ പണി, ഭയങ്കര പണിയാണ്. കാരണം അത്രയും ക്രിട്ടിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തട്ടി കളഞ്ഞു വേണം ഇവരെ നമുക്ക് കുറച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ. അപ്പം എന്നിലൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. നായക നടനാവണം നല്ല ആഗ്രഹങ്ങളും അങ്ങനെ അതിനു വേണ്ടിയുള്ള പണിയെടുക്കലൊക്കെ ഉണ്ടോ? അതായത് മറ്റേ ഇത് പറയുന്നു, ഒരു നല്ല ഫിലിം മേക്കർ നായകനായിട്ട് വിളിച്ചാൽ പോലും ഞാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. പിന്നെ ഭയങ്കരമായി പ്ലാൻ ചെയ്ത് എൻ്റെ നായകൻ ലോഞ്ച് എന്തായിരിക്കും അങ്ങനത്തെ ആലോചനകളൊന്നും എനിക്കില്ല ജെന്യൂൻലി. എന്നാൽ ഞാൻ കുറച്ച് ഫിലിം മേക്കേഴ്സിനെ ഉറ്റു നോക്കുന്നുണ്ട്. അവരുടെ ഫിലിമിൽ ഇതിപ്പോൾ എങ്ങനെയാ അത് ലിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടോ അതോ മനസ്സിലാണോ? ഐ മീൻ ഞാൻ എന്തായാലും ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇടുകയും അല്ലെങ്കിൽ എനിക്ക് അവരോട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് RDXന് ശേഷം കേട്ടോ. മുമ്പ് എനിക്ക് ധൈര്യമില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ഒരു ഫിലിം മേക്കർ ലിസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഒരിക്കലും ചിലപ്പം ഞാൻ ലിജോ ചേട്ടനെയൊക്കെ പല്ലിശ്ശേരിനെയൊക്കെ ഞാൻ വിളിച്ചു RDX ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, ചേട്ടാ ഞാൻ ഇന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ ലിജോ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമ്പോൾ ഐ മീൻ എല്ലാവരും കുറച്ചും കൂടെ വെൽ റിസീവിങ് ആയിരുന്നു. അപ്പോൾ അത് എന്താ പറയുന്നത്, മറ്റേത് നമ്മുടെ എല്ലാ സമയത്തെയും പേടി എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടുമെന്നുള്ള പേടിയാണ്. അത് സംഭവിച്ചു. നമുക്ക് കാണിക്കാൻ ഷോറിയിൽ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വാമത്തുള്ള സ്ഥലങ്ങളിലെത്തട്ടെ, കുറേ മുന്നോട്ട് പോകാനുണ്ട്, കുറേ കൂടി വിഷ്ണുവ്യവസ്ഥ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ വിഷ്ണുവ്യവസ്ഥ ഇനി കംപ്ലീറ്റ്ലി ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഒരു വിഷ്ണുവ്യവസ്ഥയെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുട്ടേട്ടൻ കാണുമ്പോൾ പറയും, എടാ നീ താടി വെട്ടിക്കളയണം, ഉടനെ താടി വെട്ടിക്കളയുന്ന. അങ്ങനെ എല്ലാ അഡ്ജസ്റ്റിലേക്കും പുഷാവുന്ന ഒരു ആക്ടറായിട്ട് മാറട്ടെ. ഐ മീൻ ദ ക്ലാരിറ്റി യു ഹാവ് റൈറ്റ് നൗ ഈസ് ടു ഗുഡ്. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുക. ട്രൂലി അമേസിങ് ഇൻ റൈഫിൾ ക്ലബ്.
താങ്ക് യു ബ്രോ. സീ യു ഇൻ മോർ മൂവീസ്. നേരത്തിന് ഒരുപാട് 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 നന്ദി. നമസ്കാരം. താങ്ക് യു.